ഇങ്ങനത്തെ വിട്ടുകൊടുക്കലുകൾ നമുക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ട്രസ്റ്റും സൗഹൃദവും ഒക്കെ നഷ്ടപ്പെടുകയാണ് അല്ലേ? അപ്പം നമുക്ക് എല്ലാവരും പിന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം നമ്മൾ ചിലർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാൻ പേടിക്കുമല്ലോ. എനിക്ക് ആ പേടിയില്ല. അങ്ങനെ നമ്മൾ എന്തിനാ ഒരാളുടെ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് ലോകത്തിലുള്ള എല്ലാവരെയും നമ്മൾ ഡിസ്ട്രസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് അവരുടെ സ്വഭാവം അവർ നമുക്ക് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്തു മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരോടും നമ്മൾ വിശ്വാസക്കുറവ് കാണിക്കേണ്ട കാര്യമില്ല. സൗഹൃദങ്ങളെ കുറിച്ച് സാന്ദ്ര തോമസിന്റെ ഡെഫിനേഷൻ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? എനിക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങളില്ല. അതിന്റെ കാരണം ഞാൻ ഈ പറയുന്നത് പോലെ കുറച്ച് ഇൻഡിപെൻഡൻറ്റും കുറച്ച് ബോസിയും കുറച്ച് എന്താ പറയുക കുറച്ച് സ്ട്രോങ് വുമൺ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്സ് എന്നാൽ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കോളേജ് സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സാണ്, എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷേ ഞാൻ അവർ സംസാരിക്കുന്ന ടോപ്പിക് ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതിലൊക്കെ പിന്നെ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്നത് എന്നേക്കാൾ 10-20 വയസ്സ് പ്രായം കൂടുതലുള്ള ആളുകളെയും അവരുടെ എന്താ പറയുക അങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് ഇവരുടെ അടുത്ത് വന്ന് എനിക്ക് കുഞ്ഞിനെ പോലെ സംസാരിക്കാൻ പറ്റില്ല, അല്ല എൻ്റെ ഏജ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ അവർ പുതിയ ഇറങ്ങിയ ഓരോ സാധനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്കതൊന്നും പറയാനില്ല, വേവ് ലെങ്ത് കിട്ടില്ല. എനിക്ക് കൂടുതലും ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് അപ്പൊ എനിക്ക് കൂടുതലും ആണുങ്ങളോടാണ് കൂടുതലും സംസാരിക്കാൻ എനിക്ക് വൈബ് കിട്ടുന്നത്. സ്ത്രീകളെ ഡീൽ ചെയ്യുന്ന സ്ഥലത്തും കൂടുതൽ അങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ ആണ്. അതുകൊണ്ടും പിന്നെ എപ്പോഴും ഇപ്പൊ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇതിലുള്ള സ്ത്രീകളോട് ഞാൻ വളരെ കുറവാ സംസാരിക്കുമ്പോൾ അവരെന്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും. ഞാൻ ആണുങ്ങളുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാര്യം എന്റെ ടോപ്പിക്സ് മുഴുവൻ അതാ, ഒന്നില്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെയുള്ള. നമുക്കത് വേണം. നമുക്ക് അടുത്ത ബിസിനസ് ചെയ്യാൻ അല്ല അടുത്തൊരു സ്ഥലത്ത് പോയിരുന്ന് വർത്താനം പറയണമെങ്കിൽ ഇൻഫർമേഷൻസ് വേണം.